എല്ലാം എപ്പോഴും തുറന്നു പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി വന്ന് നിന്നിട്ട് മാധ്യമങ്ങളെ കാണുമ്പോൾ എന്തു ചോദിച്ചാലും ആൻസർ ഉണ്ട്. നിങ്ങൾ എന്നോടൊരു ചോദ്യം ചോദിച്ചൂടെ? നിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രിയല്ലേ ഞാനെന്ന് വരെ സതീശൻ കഴിഞ്ഞ ദിവസം ചോദിക്കുന്നത് കേട്ടു. ഈ വാർത്താ സമ്മേളനത്തിൽ മുഴുവനും മാധ്യമപ്രവർത്തകർ ചോദിക്കുകയും സതീശൻ എന്ന മുഖ്യമന്ത്രി ഒളിച്ചോടുകയും ചെയ്യുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ആ ക്വസ്റ്റ്യൻ ഇപ്പോഴും കേരളത്തിൽ നിൽക്കുന്നത്? ഈ ദിവസവും കൂടി വരുന്ന പെട്രോൾ ഡീസൽ ഇന്ധന വില വർധന നിങ്ങൾ കാണുന്നില്ലേ? CMA നിങ്ങൾക്കൊരു കമന്റ് ഇല്ലേ അതിനകത്ത്? നമ്മുടെ നികുതിയിൽ നിന്നൊരു ഇളവ് കൊടുത്തുകൂടെ സംസ്ഥാനത്തിന്റെ ഭാഗമായി? നോക്കൂ നിങ്ങൾ, 30.8% 1 ലിറ്ററിന് സെയിൽസ് ടാക്സ് വരുന്നത്. അഡീഷണൽ സെയിൽസ് ടാക്സ് ആയി 1% ഉണ്ട്. സോഷ്യൽ സെക്യൂരിറ്റി സെസ് 2 രൂപയാണ് 1 ലിറ്ററിന്. ഇതുപോലെ തന്നെ ഡീസലിന് 22.76% 1 ലിറ്ററിന് വരുന്നു. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി സെസ് 2 രൂപ പെർ ലിറ്ററിന് പെട്രോളിന് വേറെയുമുണ്ട്, വ്യത്യസ്തമായുമുണ്ട്. ഇതിൽ ഏതെങ്കിലും രീതിയിൽ വില 100-ൽ നിന്ന് 110-ലേക്ക് കയറുമ്പോൾ ആ പെർസെൻറ്റേജ് അതേപോലെ ജമ്പ് ചെയ്യാണ് നികുതിയിലും. അതിലൊന്ന് കൺട്രോൾ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ പഠിക്കട്ടെ എന്ന് പറയുന്നു എന്നുള്ളതാണ്. മിൽമ പാലിന്റെ വില കൂട്ടിയപ്പോൾ വലിയ രീതിയിൽ ഇങ്ങനെ സൈബർ ഇടങ്ങളിൽ UDF വലത് സൈബർ ഇടങ്ങൾ മുഴുവനും പ്രചരിപ്പിച്ചു, ഇത് ചിഞ്ചുറാണിയുടെ LDFിൻ്റെതാണ്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന്. നിങ്ങൾ കയറിയതിന് ശേഷം 7 തവണയാണ് കഴിഞ്ഞ 14 ദിവസം 2 ആഴ്ചയ്ക്കുള്ളിൽ ഇന്ധന വില മുഖത്തടിയായി സാധാരണക്കാരന്റെ മേൽ വന്നത്. ഒരു മുഖ്യമന്ത്രിയോട് 10-ലധികം തവണ 3 പത്രസമ്മേളനത്തിലായി ചോദിക്കുക, CMA മറുപടി പറ, CMA മറുപടി പറയാന്ന്. ഇതിനൊരു മറുപടി ഇല്ലാതെ ഞങ്ങൾ പഠിക്കട്ടെ എന്ന് പറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. നയം വ്യക്തമാണ് VD സതീശന്റെ എന്നുള്ളതാണ്. സതീശൻ വരും, മാധ്യമ സമ്മേളനത്തിൽ ഇരിക്കും, സതീശന് പറയാനുള്ളതെല്ലാം പറയും. സതീശൻ സ്ഥിരം കൺസീവ് ചെയ്യുന്ന ബോഡി ലാംഗ്വേജ് അതേപോലെ തന്നെ നിലനിർത്തും. പറഞ്ഞതിന് ശേഷം സതീശൻ കൃത്യമായി ഉരുളേണ്ടടുത്ത് കിടന്ന് ഉരുളുകയും ചെയ്യും എന്നുള്ളതാണ്. നോക്കൂ, എത്ര പ്രാവശ്യമാണ് ഇന്ന് മുഖ്യധാരാ മാധ്യമ പ്രവർത്തകൻ CMA കഴിഞ്ഞ ദിവസവും ഇതിന് മറുപടി പറഞ്ഞില്ല, നിങ്ങൾ ഇന്നെങ്കിലും മറുപടി പറയണമെന്ന് പറയുമ്പോഴും ആദ്യം കേന്ദ്രം വിലവർധനയിൽ ഒരു തീരുമാനത്തിലെത്തട്ടെ, അതിനുശേഷം ഞങ്ങൾ സംസ്ഥാനത്തിൻ്റെത് പറയാമെന്നുള്ളത് ചിരിച്ചുകൊണ്ടാണ് പൂക്കി CM പറഞ്ഞത്, ധാർഷ്ട്യത്തോടെയല്ല. അതുകൊണ്ട് പൂക്കി CMന്റെ ഈ അക്സെപ്റ്റൻസ് ഇങ്ങനെ കേരളത്തിൽ ഉള്ളത് കൊണ്ട് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി തന്നെ വരും.